റിപ്പോർട്ട് ബ്രേക്കിംഗ്. കള്ളുഷാപ്പ് തട്ടിപ്പിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച. ലൈസൻസ് നൽകിയതിൽ ക്രമക്കേട്. ഷാപ്പുകളിൽ പരിശോധന നടത്തിയിട്ടില്ല. ചെത്തുന്ന മരങ്ങൾ പരിശോധിച്ച് അടയാളപ്പെടുത്തിയിട്ടുമില്ല. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഇതൊക്കെ നടപടിക്രമങ്ങളാണല്ലോ. ഒരു കള്ളുഷാപ്പിൽ ചെല്ലണം, അവിടെ പരിശോധന നടത്തണം, ചെത്തുന്ന മരങ്ങളടക്കം കണ്ട് ബോധ്യപ്പെട്ടാണ് ഇതിനുള്ള എല്ലാ അപ്രൂവലും കൊടുക്കേണ്ടത്. ലൈസൻസ് കിട്ടുന്നതിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആരോടാണ് ഇതൊക്കെ ചോദിക്കേണ്ടത്? റോഷ്നി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രവുമല്ല, ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കുണ്ടായത് വെറും വീഴ്ച അല്ലെങ്കിൽ അലംഭാവം എന്ന് പറയാൻ പറ്റുമോ? അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ കൂടി അറിവോടുകൂടിയാണോ ഈ വലിയ തട്ടിപ്പ് നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നിരവധി നടപടിക്രമങ്ങളിലൂടെ വിശദമായ പരിശോധനകളിലൂടെയൊക്കെ തന്നെ കടന്ന ശേഷമാണ് ഇത്തരത്തിൽ ഷാപ്പുകൾക്ക് ലൈസൻസ് നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ കള്ള് വിതരണം ചെയ്യുന്നതും ഒക്കെ തന്നെ നടക്കുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. സാധാരണ ഒരു കള്ള് ഷാപ്പുമായി ബന്ധപ്പെട്ട എക്സൈസിന് ഒരു അപേക്ഷ ലഭിക്കുന്നു. സ്വാഭാവികമായും അവർ എവിടെ നിന്നാണ് കള്ള് ചെത്തുന്നത്, ആ തോട്ടത്തിന്റെ വിശദാംശങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ആ തോട്ടമുടമയുടെ സമ്മതപത്രം വേണം. അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, അതിനുശേഷം ഈ തോട്ടം സന്ദർശിച്ച ഏതൊക്കെ മരങ്ങളിൽ നിന്നാണ് കള്ള് ചെത്തുന്നത് എന്ന് കൃത്യമായി പരിശോധിച്ച് അതിന് നമ്പർ ഇട്ട് രേഖപ്പെടുത്തി വേണം എക്സൈസ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോകാൻ. അതിനുശേഷം ഈ റിപ്പോർട്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കൈമാറുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഈ ഷാപ്പുകൾക്ക് സാധാരണ എക്സൈസ് അനുമതി നൽകുന്നത്. അതിനുശേഷം ഈ കള്ള് ഷാപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിലും വിശദമായ തന്നെ പരിശോധനകൾ വേണം. പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. അതായത് ഒരു അപേക്ഷ ലഭിക്കുന്നു, ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അതിന് അംഗീകാരം നൽകുന്നു. അങ്ങനെ ഒരു തോട്ടമുണ്ടോ, അങ്ങനെ ഒരു മരമുണ്ടോ, അവിടെ ചെത്ത് നടക്കുന്നുണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഇവിടെ വലിയ വീഴ്ച എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തവുമാണ്. അതോടൊപ്പം തന്നെയാണ് ഇത് നമ്മൾ പുറത്തുവിട്ട ഈ പാലക്കാട് നിന്ന് കള്ളെത്തിക്കുന്നു എന്ന അവരുടെ വാദം പൊളിക്കുന്ന കാര്യവും. അതായത് ഇത്തരത്തിൽ കൂടുതൽ പെർമിറ്റുകൾ എടുത്താണ് പല കള്ള് ഷാപ്പുകളും പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പെർമിറ്റിൽ കാണുന്ന സ്ഥലത്ത് അവിടെ ചെത്ത് നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതും ഇവിടെ നടന്നിട്ടില്ല. ഇനി കള്ള് ഷാപ്പിൽ വിതരണം ചെയ്യുന്ന കള്ള് അതിൽ മായമുണ്ടോ എന്നതും കൃത്യമായ ഇടവേളകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കണം. പക്ഷേ അതും നടക്കുന്നില്ല. അത്തരത്തിൽ കേരളത്തിൽ പലതവണ മദ്യദുരന്തങ്ങളും വ്യാജ മദ്യദുരന്തങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലെങ്കിലും മറ്റ് ലഹരികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നിയമം അനുശാസിക്കുന്ന, നിയമം അനുവദിക്കുന്ന കള്ളടക്കമുള്ള അത്തരം ലഹരി വസ്തുക്കൾ കൃത്യമായി തന്നെ മായം ചേർക്കാതെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് എക്സൈസ് ഉദ്യോഗസ്ഥരാണ്. ഇവിടെ വലിയ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമാണ്. എന്തായാലും ഇതിൽ വിശദമായ പരിശോധന, അതിൽ വിജിലൻസ് അടക്കം കൃത്യമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ മാത്രമേ എവിടെയാണ് ഇതിൽ പ്രശ്നമുണ്ടായത് അല്ലെങ്കിൽ എവിടെയാണ് പിഴവുണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡെന്നി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നമ്മളോട് പറയുന്നു, മാസാമാസം എക്സൈസ് ഉദ്യോഗസ്ഥർ കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തണമെന്ന്. ഡെന്നി, പരിശോധന നടത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ലൈസൻസ് ഉണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.